സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളായാലും അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പേർളി മണി. പേർളി മണിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എല്ലാവരും എടുത്തു പറയുന്നത് പേർളി മണി ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നത് ശ്രീനിഷിനെ പോലത്തെ എപ്പോഴും ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ഉള്ളതുകൊണ്ടാണ്. അത് പേർളി മണീൻ്റെ ലക്കാണ് എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും ഒരു ഫാമിലി ലൈഫ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഈക്വൽ കൊടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആകുന്നു, വർക്ക് ചെയ്യുന്നു, സക്സസ്ഫുൾ ആകുന്നു, സമ്പാദിക്കുന്നു, എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വൈഫിൻ്റെയാണ്. വീട്ടിൽ സമാധാനം സ്വസ്ഥത ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ ഒരു വ്യക്തിക്കും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒരു വൈഫ്, ഒരു സ്ത്രീ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഹസ്ബൻഡിനാണ്. ഇല്ലെങ്കിൽ മോളാണെന്നുണ്ടെങ്കിൽ അപ്പനാണ്. അത് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം മക്കളുടെ കാര്യത്തിലാണെങ്കിലും അപ്പന്മാർ കുറച്ചുകൂടെ ലിബറലാണ്, ഫുൾ സപ്പോർട്ട് കൊടുക്കും. അമ്മമാർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അത് വേണ്ടോ ഇത് വേണ്ടോ അത് ചെയ്ത് പറയും. അപ്പം പറയും കുഴപ്പമില്ല ചെയ്തു എന്നുള്ള രീതി പറയും. ഇതേ ട്രാക്ക് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ വൈഫിലും. അവരവർക്ക് ഉള്ള പോസിറ്റീവ് എന്താണോ അത് കൺസിഡർ ചെയ്ത് അതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. നെഗറ്റീവ് എന്താണോ അതിനെ നന്നാക്കാതിരിക്കുക. ഈ ട്രാക്കാണെങ്കിൽ ഓക്കെയാണ്. അതിപ്പോൾ എത്ര വലിയ സെലിബ്രിറ്റീസ് ആയാലും എത്ര സാധാരണക്കാരനായെന്ന് പറഞ്ഞാലും ഏകദേശം സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണ്. പക്ഷേ ഈ എഡ്യൂക്കേഷൻ്റെ ഒരു രീതി അനുസരിച്ച്, വളരുന്ന രീതി അനുസരിച്ച് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനകത്ത് ചെറിയ ചില മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്കാണ് നിലനിൽക്കാൻ പറ്റുന്നത്.